അമ്മൂട്ടി നല്ല സെറ്റ് മൂഡല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണം ഇന്നത്തെ വ്ളോഗില്. എന്താണെന്ന് മനസ്സിലായി. എന്താ ഈ എസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എനർജി ആയിട്ട് വന്നു. ഇപ്പം ഞാൻ പറഞ്ഞേ നമുക്ക് രാവിലെ ഇന്നത്തെ വ്ളോഗ് അടിപൊളിയാക്കണം, വാ നമുക്ക് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേന് ഒരുത്തി വന്ന് ഇപ്പുണ്ട്. എന്താ സംഭവം ഒന്നും ഇതുവരെ മനസ്സിലായില്ല. നിനക്ക് വല്ല മനസ്സിലായോ? അത് ഭയങ്കര സർപ്രൈസ് ആണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് കിട്ടിയില്ല സംഭവമായിരിക്കും. നീ എന്തായാലും പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഇപ്പൊ പോവാം. വാ പോ. ഇപ്പൊ പറയില്ല, നീ പോയി റെഡി ആയിട്ട് വാ. ഗാർഗി മോള് ഇവിടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അതുവഴിയുണ്ട്. ഇപ്പൊ അതാന്ന് ഗാർഗി മോള്. ആ ശരി ശരി ശരി, ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ എൻ്റെ ഗാർഗിമോളെ. ഇപ്പോഴേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഗാർഗിമോളെ അടക്കിയിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അമ്മ റെഡി ആയിട്ട് വരട്ടെ. റെഡി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് പറയാം അല്ലേ? കാരണം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ കേൾക്കും. നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് റെഡിയായിട്ട് നമുക്ക് ഇറങ്ങുമ്പോഴത്തേന് പറയാം. അതാ എൻ്റെ ഒരു സസ്പെൻസ് അല്ലേ? ആ ഇതാ അമ്മൂട്ടി വന്നിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ടല്ലോ. അല്ല എങ്ങോട്ടാന്ന് വല്ല വിചാരമുണ്ടോ നമ്മളീ പോകുന്നത്? നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. ആ ഒരു ധൈര്യം, എന്താ ഭയം വെറുക്കണോ? അല്ല നീ ചോദിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് മനസ്സിലായി. അവള് മീൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ എവിടെ വിളിച്ചാലും വരുമല്ലോ. നമ്മൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച കോളേജിലേക്കാണ്. കുറച്ചും കൂടെ ലുക്കി വരായിരുന്നു. അവിടെ ഇന്ന് ആരും ഉണ്ടാവൂല. നമ്മൾ കോളേജിന്റെ അകത്തും കയറുന്നില്ല. നമ്മള് കോളേജിന്റെ അകത്തും കയറുന്നില്ല. ബട്ട് നമ്മൾ ആ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനാ പോകുന്നതെന്നറിയോ? എൻ്റെ ഒരു ആഗ്രഹമാണേ. അതായത് നമ്മള് കോളേജിന്റെ സമയത്തൊന്നും നമ്മള് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. അതിന് ശേഷമൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പം വണ്ടി പോട്ടെ, ഞാൻ പറയാം. ആ വണ്ടി അങ്ങ് പോട്ടെ. അതായത് നമ്മൾ കോളേജ് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് നമ്മൾ പരസ്പരം ഇഷ്ടത്തിലാവുന്നത്. പക്ഷെ ആ കോളേജിൻ്റെ ആ ഒരു പഠിപ്പിടിയിൽ, ആ ഒരു ആംബിയൻസിൽ നീ എന്നോട് പറയും നമ്മള് പരസ്പരം ഇഷ്ടമെന്ന് പറയാം. എങ്ങനെ ഉണ്ടാവും? എപ്പോഴാലും നമുക്ക് ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. അതിരാവിലെ ഒരു നട്ടപ്രാന്ത് എന്നൊക്കെ പറയത്തില്ലേ? എന്നാ പിന്നെ നമുക്ക് വിട്ടേക്കാം അല്ലെ? അങ്ങനെ ഏകദേശം 1/2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ പഠിച്ചിരുന്ന കോളേജിൽ ഞാനും അമ്മൂട്ടിയും ആഫ്റ്റർ മാരേജിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. നല്ല അമ്മൂട്ടി, എത്രയോ തവണ ഈ റോഡ് അങ്ങോട്ട് അതായത് വളരെ സ്നേഹത്തോടെ അല്ലേ അമ്മൂട്ടി? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മെമ്മറി തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും അടിപൊളി നിമിഷങ്ങളാണ് കോളേജ് ലൈഫ്. അപ്പോൾ അന്ന് കിട്ടാത്തത് ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അമ്മൂട്ടി. എന്നാ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ചേട്ടൻ കേൾക്കട്ടെ. ഓക്കെ, അതായത് ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്നതും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിരുന്ന സംഭവങ്ങളൊക്കെ രണ്ടാമത് നമ്മുടെ ലൈഫ്, നമ്മൾ ആഫ്റ്റർ മാരേജിന് ശേഷം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു മെമ്മറി. ശരിക്കും ഇതൊക്കെ ഒരു റീക്രിയേഷനാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും കോളേജ് വിട്ട് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഒരുപാട് മാറ്റം വന്നല്ലേ ഞങ്ങൾ പഠിച്ച. അതെ അതെ, ഈ ഒരു ഏരിയ ഒക്കെ കംപ്ലീറ്റ് മാറി. അമ്മു ക്ലാസ് വിട്ട് കഴിയുമ്പോഴത്തേന് ഈ ഒരു ഏരിയ ബസ് കയറി വീട്ടിൽ പോവാ അല്ലേ? അപ്പുറ സൈഡിൽ നിന്നാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന നിൽക്കുന്ന സ്ഥലമൊക്കെ. അപ്പം ആ സമയത്തൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറെ കൗണ്ടർ അടിച്ച് കഥ പറഞ്ഞ് അല്ലേ, കുറെ നേരം നോക്കി കഥയൊക്കെ പറഞ്ഞു പോകുന്നത്. കുറെ സംസാരിക്കുകയും അങ്ങനെ അല്ലേ. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട്. അതെ അതെ. പക്ഷെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ബസ് സ്റ്റോപ്പ് ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 3 വർഷം നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഈ 3 വർഷവും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. മനസ്സിൽ എവിടേക്കോ ഒരു ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ നമ്മൾ തുറന്നു പറഞ്ഞിട്ടില്ല അല്ലേ. ഇവിടെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയതിന് ശേഷമാണ് പിന്നെ എപ്പോഴൊക്കെയോ നീ എന്തോന്നും മിണ്ടായിരിക്കുന്നേ. അതായത് ഇവനായിരുന്നു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ, പക്ഷെ എനിക്കത് പറയാൻ പറ്റിയില്ല.
സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മളത് ഉപേക്ഷിച്ചു. ഇവന് പല ക്രഷുകളുടെ പുറകെയായിരുന്നു, പിന്നെ എങ്ങനെ എന്നോട് പറയാൻ പറ്റും? അപ്പോൾ അതൊന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വ്ളോഗിൽ, അതായത് സോറി, നമ്മുടെ റീലൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് ഈ ഒരു സംഭവങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് കോളേജ് ലൈഫ് എല്ലാം കഴിഞ്ഞു. സോ എനിവേ ഈ ഒരു ആംബിയൻസ്, നമ്മൾ കോളേജിന്റെ അകത്തൊന്നും കയറുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് മതി. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി വരുന്നത് ഈ ഒരു ഏരിയ ആണ്. എന്റെ ബൈക്ക് ഇതാ എപ്പോഴും ഇവിടെ ആയിരുന്നു ഞാൻ വെച്ചോണ്ടിരുന്നത്. എനിക്ക് സോ ബൈക്കിന്റെ ചാവിയൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അത് വലിയ കഥയാണ്. ഇവളെന്റെ ചാവി എടുത്തോണ്ട് വീട്ടിൽ പോയി അവസാനം എന്റെ വണ്ടി എല്ലാരും കുത്തിപ്പറിച്ച് വേഗമൊന്നും എടുക്കാതെയായിരിക്കും തരുന്നത്. വണ്ടിയുടെ ചാവി വന്നോടെ അതെന്ത് ഉദ്ദേശത്തില്ല എനിക്ക് തരും. അതായത് എപ്പോഴും ഞാൻ വരുന്ന കഴിയുമ്പോഴത്തേനും ചാവി ഇവളെ ഏൽപ്പിക്കും. അതായത് എന്റെ സ്വന്തം എന്നുള്ള രീതിയിലാണ് നാം ഇവിടെ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ഇവൾക്ക് ചാവി കൊടുക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവള് ചാവി കൊണ്ട് വീട്ടിൽ പോയി. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടേ? എനിക്കും ഓർമ്മയില്ലായിരുന്നു ആ ചാവി വീട്ടിൽ. അപ്പം എനിക്കും ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ചാവി ഉണ്ടെന്ന് അതുകൊണ്ട് ലാസ്റ്റ് ഇവള് ചാവി കൊണ്ട് വീട്ടിൽ പോയി. അവസാനം എന്റെ വണ്ടി എല്ലാരും കുത്തിപ്പറിച്ച് എടുക്കാൻ തുടങ്ങി. അതിൻ്റെ വയറൊക്കെ എടുത്ത് നോക്കി. അപ്പം സ്റ്റാർട്ടായില്ല. അവസാനം ഇവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ പെട്ടില്ലേ. അവസാനം അറ്റ് ലാസ്റ്റ് ഞാൻ ഇവളുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദാ വരുന്ന സാധനം. അവസാനം ആ ചാവി എടുത്തോണ്ട് ഇവിടെ വരെ വന്നു. അതൊക്കെയാണ് നമുക്ക് ലൈഫിൽ ഓർക്കാൻ പറ്റിയ ഓരോരോ മെമ്മറീസ്. അപ്പം ഞങ്ങൾ കുറേ നാളിന് ശേഷം, അതായത് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ഒറ്റവട്ടം പറഞ്ഞു എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ വരുന്നത്. എനിവേ ഈ ഒരു സംഭവം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സോ അമ്മോട്ട് ഐ ലവ് യു. നീ തിരിച്ചു പറയും. എന്ത് രസമല്ലേ അമ്മൂട്ടി ഇവിടെ നിൽക്കുമ്പോഴത്തേനും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേനും അടിപൊളിയാണ് കേട്ടോ. ഇതൊരു ഫീൽ തന്നെയാണ്. അതെ അതെ ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇന്ന് നമ്മൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ്. ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം, ഇന്ന് ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞത് കോളേജ് ടൈമില് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ചങ്ക് ബഡീസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ നീ അതിനെ ആക്സെപ്റ്റ് ചെയ്യും? ഇല്ല. അന്ന് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നോ? അപ്പൊ എനിക്ക് ആ ഒരു ഫ്രണ്ടിനെ ആ ലെവലിൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. വെറുതെ അല്ലടി ഞാൻ പല മേച്ചും പുറങ്ങളും താണ്ടി അലഞ്ഞത്. എനിക്ക് അന്നേ അറിയാമായിരുന്നു. പക്ഷെ അവൻ എൻജോയ് ചെയ്തു. അതെ, അതുകൊണ്ട് ഞാൻ ആ 3 വർഷം മാക്സിമം എൻജോയ് ചെയ്തു. മറ്റേ നിരാശ കാമുക ലോകത്തിൽ ഞാൻ നടന്നിട്ടില്ല. ഞാൻ മാക്സിമം എൻജോയ്മെന്റ് ലൈഫിലായിരുന്നു. ദൈവമേ, അന്ന് ഞാൻ ചോദിക്കാറുന്നത് കാര്യം അല്ലെങ്കിൽ ഞാൻ തകർന്നടിഞ്ഞാനെ. അന്ന് ചോദിക്കാത്ത എല്ലാത്തിനും ഓരോരു സമയമുണ്ടെന്ന് പറഞ്ഞ ഞാൻ ഞങ്ങളുടെ ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മു എന്നോട് ചോദിച്ചായിരുന്നു, ടീച്ചർ എന്തിനാണ് പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡ് വന്നത്? അപ്പം ഞാൻ കോളേജ് വന്നതും എന്തിനാണ് ശരിക്കും കോളേജിൽ വന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്തായിരുന്നു, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശരിക്കും എനിക്ക് കാസർഗോഡ് പഠിക്കണം എന്നും കാസർഗോഡിൽ നല്ലൊരു വൈബുള്ള ഒരു കോളേജ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം ബാക്കിൽ എനിക്കൊരു ആഗ്രഹം, എൻ്റെ മെയിനായിട്ടൊരു ഡ്രീമുണ്ട്. ആ ഡ്രീം ഫോക്കസ് ചെയ്ത് വന്നപ്പോഴത്തേന് ശരിക്കും എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അമ്മൂട്ടി. അപ്പം അതെ BGM. അപ്പം അമ്മൂട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്കൊരു എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഭയങ്കര എനർജി ആയിട്ട് പോകുന്നു. തള്ളിയതല്ലടി കാര്യം, ഇത് എൻ്റെ ആത്മാർത്ഥം ഉള്ളിൽ നിന്ന് വന്നെയാണ്. അപ്പം ഈ ഭാവിയിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഡ്രീമിലൊക്കെ ഇവള് കട്ടക്ക് നിന്നുകൊണ്ട് ഇവളെ കൂടെ കൂട്ടിയേക്കാന്ന് വിചാരിച്ചു. ഓവറാക്കുന്നുണ്ട്, ഇവിടെ ഓവറാക്കി ചളമാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലേ കോളേജ് ലൈഫിൽ? ഫുൾ ചളിയും ഫുൾ. കുറച്ച് നമ്മളെ കൂട്ടുകാരെല്ലാം കാണുമ്പോഴത്തേനും ഇപ്പോഴും പറയാം അല്ലെ, അതായത് നിങ്ങൾക്കൊരു മാറ്റം ഇല്ലല്ലോ അന്നത്തെ പോലെ ഇന്ന് തന്നെയാണല്ലോ. അതാണ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിന്റെ ഒരു എനർജി അല്ലേ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറയാം. അമ്മൂട്ടി ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടീനെ കിട്ടിയ സ്ഥലമാണ് ഇന്ത സ്ഥലം. പക്ഷെ ഇന്ത സ്ഥലത്തിൽ നിന്നല്ല എനിക്ക് കിടച്ചത്. ആഫ്റ്റർ കോളേജിന് ശേഷം പെട്ടെന്നാണ് ഇയാൾ അണ്ണാച്ചിയാവുന്നത് കേട്ടോ.
അതിനുശേഷം ഞങ്ങളുടെ കോളേജ് ലൈഫിനൊക്കെ ശേഷം ഞങ്ങൾ ഒരു വലിയൊരു യാത്ര ഉണ്ടായിരുന്നു. ഒരുമിച്ചുള്ള യാത്രയല്ല, അമ്മുവിന്റെ യാത്ര. ആ അമ്മുവിന്റെ യാത്രയിലാണ് ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ പിരിയുമ്പോഴത്തേനുള്ള വേദന ഞങ്ങൾ മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കിയില്ല, ടിൻഷൻ മനസ്സിലാക്കി അല്ലേ? അതെന്നെ അവസാനം അവിടുന്ന് മനസ്സിലാക്കി. പിന്നെ കൊറേ എനിക്ക് ആ സമയത്തൊന്നും ഇഷ്ടമില്ലായിരുന്നല്ലോ. ആരെന്നെയോ? എന്നെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നിന്നെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഇവനോട്. സത്യം പറയൂ, നിനക്ക് ഇവിടെ എത്ര കഷ്ടമുണ്ടായിരുന്നു? അയ്യോ പഴയ ആൾക്കാരെല്ലാം കാണുന്നുണ്ടോ? അതെ, പഴയ ആൾക്കാരൊന്നും കമന്റ് ഇട്ടേക്കരുതേ. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാന്ന് ടെൻഷന് മനസ്സിലായി, ടെൻഷൻ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവും. അവിടെ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പക്കയായിട്ട് പോകുന്നു. ഞാൻ കൂടെ അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ഇന്നത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവളിപ്പൊ പറഞ്ഞല്ലോ, അന്ന് ഇവള് പറയത്തില്ല, എനിക്കറിയാം. പക്ഷെ ഇന്നോട് പറഞ്ഞു. അതെ, ഇന്ന് പറഞ്ഞല്ലേ പറ്റൂ. ഇവിടെ വീട്ടിലേക്കല്ലേ വരണ്ടേ? വീണ്ടും മുറ്റം ചവിട്ടില്ല, അല്ലെ സ്റ്റെപ്പ് ചവിട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ സ്വീറ്റ് ചലഞ്ച്? വളരെ ഇങ്ങനല്ലേ ഒരു ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പണ്ട് ചെയ്യാൻ പറ്റാത്ത കൊല്ല ഇപ്പൊ ചെയ്തു. ഇത് രസകരമായിട്ടുള്ളൊരു സംഭവമാണല്ലേ? നിങ്ങളൊന്ന് ആരും ചെയ്യുക, എന്തായാലും പറയത്തില്ല. അപ്പൊ അന്ന് നടക്കാത്ത കാര്യം ഇന്ന് നടത്തുന്നു, ഇന്ന് വീണ്ടും ഒന്നും പറയുന്നില്ല. അതായത് നമ്മളെ ലൈഫിൽ നമ്മൾ വീണ്ടും ആ ബാക്കിൽ എന്തായാലും നമുക്ക് പോകാൻ പറ്റത്തില്ല, അത് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ നമ്മൾ വീണ്ടും അവിടെ എത്തി, അവിടെ നിന്ന് നമ്മൾ കൊള്ളാം എന്ന് കേട്ടപ്പോഴത്തേന്, അല്ലെങ്കിൽ ആ ഇഷ്ടം എന്ന് കേട്ടപ്പോഴത്തേന് കിട്ടുന്നൊരു സുഖം, അതൊന്ന് അനുഭവിക്കുക. ആ ഒരു മനസ്സുഖം എനിക്ക് അത്രയും മതിയായിരുന്നു. ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. ശരിയെ എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ കേട്ടോ, നിങ്ങളുടെ അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പം ബൈ.